6,49,000 രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കഴിയുന്ന മറ്റൊരു മോഡലാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്ന മോഡലിൻ്റെ ഏറ്റവും ബേസ് വേരിയൻറ്റ്. നമ്മുടെ ബേസ് വേരിയൻറ്റ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. സ്വിഫ്റ്റിൻ്റെ LXi എന്ന് പറയുന്ന മോഡലിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് മിസ്സിംഗ് ആയി തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയതിനെ കുറിച്ച് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സ്വിഫ്റ്റിനെ കുറിച്ച് പറയാം. മിനി കൂപ്പറിൻ്റെ ഒരു ചായകാച്ചലൊക്കെ ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയിട്ടുള്ള ഒരു മോഡലാണ്. അതുപോലെ തന്നെ ഇത് ഏറ്റവും പുതിയ സ്വിഫ്റ്റ് ആണ്. അതിനകത്ത് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 8 ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. കാണാത്ത ആൾക്കാരൊന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക. മലയാളത്തിൽ ഏറ്റവും റീച്ചുള്ള വീഡിയോകളിലൊന്നായിരുന്നു അത് എന്നുള്ളതാണ്. എനിവേ സ്വിഫ്റ്റിനെ കുറിച്ച് പറയാം. സ്വിഫ്റ്റ് ആണുങ്ങളും പെണ്ണുങ്ങളും, അത് ക്ലാസിഫിക്കേഷൻ അല്ല, ബട്ട് രണ്ടാളുകളും ഒരുപോലെ സെലക്ട് ചെയ്യുന്ന വാഹനങ്ങളിലൊന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ ഒരു ക്യൂട്ട്നെസ്, രണ്ട് ഇതിൻ്റെ ഈ ഒരു കോമ്പാക്ട് സൈസ്, പിന്നെ കുറച്ചൊരു എക്സിക്യൂട്ടീവ് ഫീലൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് കുറച്ചുകൂടി നൈസാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് നെക്സയിലേക്ക് മാറാത്തതെന്ന്. കാരണം നല്ല രസമുണ്ട് കാണുന്നത്. എനിവേ 2024 വന്ന സമയത്ത് വന്നിട്ടുള്ള മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ ഒരു ഗ്രില്ല്. ആ ഒരു ഗ്രില്ല് ഈ ഒരു ബേസ് വേരിയൻറ്റിനകത്തും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അതൊരു നല്ല ചേഞ്ചായിട്ട് എനിക്ക് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കുന്ന ആളുകൾക്ക് അതൊരു വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യില്ല. കാരണം ഫ്രണ്ട് കാണുമ്പോൾ ഏറെക്കുറെ ടോപ്പ് വേരിയന്റിനോട് സമാനമാണ് എന്നുള്ളതാണ്. വേറൊരു കാര്യം പറയാം, 6 വകഭേദങ്ങളിലായിട്ട് ഇത് അവൈലബിൾ ആണ്. LXi, VXi ഓപ്ഷണൽ അങ്ങനെ തുടങ്ങിയിട്ട് 6,49,000 ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം സ്റ്റാർട്ടിംഗ് പ്രൈസ്. 9,69,000 ആണ് ഏറ്റവും ടോപ്പിലേക്ക് വരുന്നത്. മാനുവൽ ട്രാൻസ്മിഷൻ്റെ പ്രൈസിനോട് ഒരു 50,000 രൂപ കൂട്ടിയാൽ എല്ലാ വേരിയന്റിൻ്റെയും ഓട്ടോമാറ്റിക് ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പക്ഷേ LXiയിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ഓപ്ഷൻ അവൈലബിൾ അല്ല, മാനുവൽ മാത്രമാണുള്ളത്. മറ്റൊരു കാര്യം, കുറേ കാലമായിട്ട് മാരുതിയിൽ പെട്രോൾ എഞ്ചിൻസ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് 6,49,000 രൂപ മുടക്കിയെടുക്കുന്ന ആളുകൾക്ക് പെട്രോളിനകത്ത് മാനുവൽ ഓപ്ഷൻ മാത്രമേ അവൈലബിൾ ഉള്ളൂ. ഓട്ടോമാറ്റിക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട എന്നുള്ളതാണ്. ഇനി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം, പാർക്കിംഗ് സെൻസറുകൾ ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, എന്നാൽ റിയർ പാർക്കിംഗ് സെൻസറുകൾ കൊടുത്തിട്ടുണ്ട് താനും. ഫോഗ് ലാമ്പിൻ്റെ ഭാഗത്തേക്ക് വരാം. ഇവിടെ ഒരു ഹൗസിംഗ് മാത്രമാണ് കൊടുത്തുള്ളത്. നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് ഫോഗ് ലാമ്പ് വാങ്ങാം, ഫിറ്റ് ചെയ്യാം, അതിനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഹെഡ്ലാമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാലജൻ പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വന്നുള്ളത്. DRL യൂണിറ്റ് മിസ്സിംഗ് ആണ്. അവിടെ ഒരു ക്രോം എലമെൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കാണാം. അത് ഹാലജൻ ആയിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ബാക്കിയൊക്കെ തന്നെയും ഈ പറഞ്ഞ ചേഞ്ചുകളൊന്നും അങ്ങനെ പ്രത്യക്ഷത്തിൽ വിസിബിൾ ആവില്ലെങ്കിലും ലുക്ക് വൈസ് ഏറെക്കുറെയൊക്കെ ടോപ്പ് ആൻഡ് സീരീസിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെയാണ്. അതിൻ്റെ ആ ഒരു ഷേപ്പും അതിൻ്റെ ആ ഒരു ഭംഗിയും ക്യൂട്ട്നെസ്സും ഒക്കെ വാരി വിതറുന്നുണ്ട് അല്ലേ. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും ആ സ്റ്റൈൽ ഏറെക്കുറെ മനോഹരമായിട്ട് നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ കാര്യമായിട്ടുള്ള ചേഞ്ചുകളും ഉണ്ട്. അത് വീലെന്ന് തുടങ്ങാം. 14 ഇഞ്ച് വീലുകളാണ്, സ്റ്റീൽ വീലാണ്. കവറോ അല്ലെങ്കിൽ അലോയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള വീൽ സിസ്റ്റം വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ നമുക്കൊരു ഇൻഡിക്കേറ്റർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഇൻഡിക്കേറ്റർ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോർ ഹാൻഡിൽ അത് ബോഡി കളേർഡാണ്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത്, ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു പ്ലാസ്റ്റിക് ഡോർ ഹാൻഡിലാണ്. അതുപോലെ സൈഡ് വ്യൂ മിററിനകത്തും അങ്ങനെയുണ്ട്. അതായത് ഇത് ബോഡി കളേർഡാണ് കൊടുത്തേക്കുന്നത്. സോ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ ഇത് ബോഡി കളേർഡാണ്. ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഇതൊരു ബ്ലാക്ക് കളറാണ്. മാത്രമല്ല ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇൻഡിക്കേറ്റർ ഇവിടെയാണ് കൊടുക്കാറുള്ളത്. ആ ഇൻഡിക്കേറ്ററിനാണ് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ടോപ്പ് എൻഡിൽ അവിടെ ഇൻഡിക്കേറ്റർ ഇല്ല എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗം എനിക്ക് തോന്നുന്നു ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത്. അത് ഇവിടേക്ക് വന്നപ്പോൾ ബോഡി കളറിനെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ലുക്ക് കുറച്ചും കൂടി കൂടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ തന്നെയും സെയിം ആണ് എലമെൻറ്റ്, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ താഴെ ടോപ്പ് എൻഡിലും ബോഡി ക്ലാഡിങ്സോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്ലെയിൻ ലുക്ക് തന്നെയാണ് അതിനകത്ത് നിലനിർത്തിയിട്ടുള്ളത്. അവിടെ സൈഡിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചേഞ്ചസ് ഇതാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ലുക്ക് വൈസും ചില എലമെൻറ്റുകളും ടോപ്പ് എൻഡിലുള്ള അതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ടെയിൽ ലാമ്പ് യൂണിറ്റ്, ഇത് LED ടെയിൽ ലാമ്പാണ്. അതുപോലെ തന്നെ അതിനകത്ത് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. അത് ടോപ്പ് എൻഡിലും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ സെയിം യൂണിറ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ലെറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തന്നെയും സെയിം ആണ്. അതോടൊപ്പം തന്നെ 4 പാർക്കിംഗ് സെൻസറുകളും റിയറിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ മിസ്സിംഗ് ആണ്. ഒന്ന് ക്യാമറ, റിവേഴ്സ് ക്യാമറ യൂണിറ്റ് ഇല്ല. അത് ബേസ് വേരിയന്റിൽ പൊതുവേ ഉണ്ടാവാറില്ല. എന്നാൽ ചില മോഡലുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തതിന് മോഡലുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നേരത്തെ നമ്മൾ ചെയ്തത് 11 ലക്ഷമാണ് ബേസ് വേരിയന്റ്. ഇതിനാകെ 6 ലക്ഷത്തി ഉള്ളൂ. അതായത് ഒരു 7.5 ലക്ഷം രൂപയോളൊക്കെ വരുന്നുണ്ടാവുള്ളൂ ഓൺ റോഡ് പ്രൈസ് എന്നുള്ളതാണ്. ബട്ട് അത് ഡിഫോഗർ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഓട്ടോമാറ്റിക് റിയർ വ്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മാനുവലി റിയർ വ്യൂ അഡ്ജസ്റ്റ് ചെയ്യുന്നതോ ആയിട്ടുള്ള ORVM, അതായത് ഔട്ട്സൈഡ് റിയർ വ്യൂ മിറർ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്കൊരു ഇങ്ങനെ ഒരു സാധനം കാണാം അല്ലേ, ഒരു മല പോലെ. ഇത് ശരിക്കും ആക്ച്വലി ഒരു വൈപ്പറിൻ്റെ സ്പേസ് ആണ്. വൈപ്പർ മിസ്സിംഗ് ആണ്. ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് വൈപ്പർ ഉള്ളതുകൊണ്ടാണ് അവിടെ അതങ്ങനെ കൊടുത്തേക്കണം എന്നുള്ളതാണ്. ഇനി ആൻറ്റിനയുടെ കേസിൽ ടോപ്പ് എൻഡിനകത്തും ഷാർക്ക് ഫിൻ ആൻറ്റിന ഇല്ല. അതുകൊണ്ട് ഇതിനകത്തും സെയിം തന്നെയാണ്. ആ ടെൻഷൻ ഇല്ല എന്നുള്ളതാണ്. ഇനി ബൂട്ടിലേക്ക് വരാം.
മാനുവലി ഓപ്പറേഷൻ ബൂട്ട് തന്നെയാണ് മറ്റേതിനകത്തുള്ളത്. 265 ലിറ്റർ ബോർഡ് സ്പേസ് ആണ് ഈ വാഹനത്തിനകത്ത് വന്നുള്ളത്. അതിനകത്ത് അളവിൻ്റെ കാര്യത്തിലൊന്നും വ്യത്യാസങ്ങളില്ല കേട്ടോ. ലെഗ് റൂം ആണെങ്കിലും ഹെഡ് റൂം ആണെങ്കിലും ഒക്കെ തന്നെ സെയിം തന്നെയാണ്. മറ്റൊരു കാര്യം, ലൈറ്റോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതായത് ബൂട്ടിനകത്ത് ലാമ്പൊക്കെ വരാറുണ്ടായിരുന്നു, അത് കൊടുത്തിട്ടില്ല. അത് ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഉണ്ട്, ബേസ് വേരിയൻ്റ് ഒഴിവാക്കിയിട്ടുണ്ട്. സോ ഇതാണ് എക്സ്റ്റീരിയർ. എക്സ്റ്റീരിയർ കാണുമ്പോൾ സെയിം ഏറ്റവും പുതിയ സ്വിഫ്റ്റ് തന്നെയാണ്. വലിയ വ്യത്യാസങ്ങൾ പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. എന്നാൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഉണ്ട് താനും. ഇനി അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് ബ്ലാക്ക് ഇൻറ്റീരിയർ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു ഫാബ്രിക് അപ്പോൾസ്ട്രിയിലാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ചേഞ്ചസുകൾ ഉണ്ട് അല്ലേ, അത് നിങ്ങൾക്ക് കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. സീറ്റിലേക്ക് വരാം. സീറ്റിലേക്ക് വരുന്ന സമയത്ത് മാനുവൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. നൈസ്. പിന്നെ അതുപോലെ തന്നെ ഡോറിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം പ്ലാസ്റ്റിക് ആണ്. ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു ഭാഗവും ഈ ഭാഗവും ഫാബ്രിക് അപ്പോൾസ്ട്രിയിലാണ് വന്നിട്ടുള്ളത്. വാട്ടർ ബോട്ടിൽ ഹോൾഡർ, അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അത് ബാക്കിലും പവർ വിൻഡോ കൺട്രോൾ തന്നെ കേട്ടോ. ബാക്ക് റിയർ കൺട്രോളും പവർ, അത് ബാക്കിലും റിയറിന് വെച്ചുള്ള സാധാരണഗതിയിൽ ബേസ് വേരിയന്റിന് അതിങ്ങനെ തിരിക്കുന്ന സിസ്റ്റമാണ് ഉണ്ടാവാറുള്ളത്. അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു മ്യൂസിക് സിസ്റ്റം ഉണ്ട് എന്ന് നമുക്ക് തോന്നും. ആക്ച്വലി ഇതിനകത്തൊരു മ്യൂസിക് സിസ്റ്റം ഇല്ല. ഇതിനകത്ത് സ്പീക്കർ ഇല്ല. ഇത് ക്ലോസ്ഡ് ആണ്. പക്ഷെ ആ ഒരു ഡിസൈൻ മാത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. സ്റ്റിയറിംഗ് വീല് സുസുക്കിയുടെ തന്നെ സ്റ്റിയറിംഗ് വീലാണ്. പക്ഷേ സ്റ്റിയറിംഗ് മോഡോട് കൺട്രോൾസോ കാര്യങ്ങളൊന്നും തന്നില്ല. ഒരു പ്ലെയിൻ സ്റ്റിയറിംഗ് വീലായിട്ടാണ് കൊടുത്തേക്കുന്നത്. ക്ലസ്റ്ററിലേക്ക് വരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലസ്റ്ററുകളിൽ ഒന്നുകൂടി ആട്ടോ ഞാൻ കാണിക്കാം. അതൊക്കെയാ ശരിക്കും നല്ല ഒരു സ്പോർട്ടി ക്ലസ്റ്ററായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ഒരു ഡയലും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. സെൻറ്റർ ഒരു MMID പോലെ ചെറിയൊരു ഡിജിറ്റൽ ഭാഗം കൂടി ചേർത്തിട്ടുള്ള ഒരു അനലോഗ് ആൻഡ് ഡിജിറ്റൽ, അതായത് സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തേക്കുന്നത് എന്നുള്ളതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇഗ്നിഷൻ ബട്ടൺ ഒഴിവാക്കിയിട്ടുണ്ട്, പകരം കീട്ട് തുറക്കുന്നതാണ്. മറ്റൊരു കാര്യം, സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റവും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. കീക്കകത്ത് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ലോക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇത് സീറ്റ് അത്യാവശ്യം തൈ സപ്പോർട്ടുള്ള സീറ്റാണ്. ഫ്രണ്ടിലത്തത് കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യത്തിന് നല്ല ലെഗ് റൂമും ഹെഡ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ശരിക്കും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 5 പേരിൽ കൂടുതൽ, 6, 7, 8, 10 പേരിലോളം ഗ്യാപ്പ് ശരിക്കും ഹെഡ് ഉണ്ട്. അതായത് എൻ്റെ സാധാരണ ഡ്രൈവിംഗ് പൊസിഷനിൽ നേർന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെയും കൂടും. മീൻസ് ഇത് കുറയും. വേറൊരു കാര്യമില്ലേ, ഇതിനകത്ത് ഹിൽ സ്റ്റാർട്ട് കൺട്രോൾ ഉണ്ട് കേട്ടോ. അതായത് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് എന്നൊക്കെ പറയുന്നത്, നമ്മൾ റിവേഴ്സ് പോകാതിരിക്കാനുള്ള ആ ഒരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഇവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിനകത്തുണ്ട്. ബട്ട് ഒന്ന് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഇതിനകത്തില്ല. അപ്പോൾ ബേസ് വേരിയൻറ്റിനകത്തില്ല. പക്ഷേ ടോപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ജിമ്മിക്കകത്തും ഇല്ല, മാരുതിക്കകത്ത്. അപ്പോൾ അത് അവരതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഓക്കെയാണ്. പക്ഷേ എൻ്റെ അത്ര ഹൈറ്റ് ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചോളം അത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ വേറൊരു കാര്യം, ഇവിടുത്തെ ഈ ബട്ടണുകളൊക്കെ ഉണ്ടല്ലോ, ഇത് നേരത്തെയുള്ള അതേപോലെ തന്നെ സമാനമാണ്. ഇത് പെട്രോളിന് ഇവിടെ കൊടുത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കാരണം സാധാരണഗതിയിൽ ഈ ഒരു ഭാഗത്താണ് കൊടുക്കാറുള്ളത്. അതും മാറിയിട്ടുണ്ട്. പിന്നെ ടിൽറ്റബിൾ സ്റ്റിയറിംഗ് വീലാണ്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങോട്ട് വലിക്കാൻ പറ്റില്ല, ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതും ഒരു നല്ല കാര്യം. ബേസ് വേരിയൻ്റ് ആകുമ്പോൾ അതൊക്കെ നല്ലതാണ്. ഇനി ഡാഷ്ബോർഡിൽ ഒന്ന് നോക്കി കാണാം. ആക്ച്വലി ഇത് ഫുള്ളി പ്ലാസ്റ്റിക് ആണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ്, ഇതൊക്കെ പ്ലാസ്റ്റിക്. പക്ഷെ കാണുന്ന സമയത്ത് ഒരു വെറൈറ്റി ഉണ്ട്, ഒരു 3D ഫീലൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഭാഗത്തേക്ക് വരാം. ആക്ച്വലി ഇത് ഇൻഫോടൈൻമെന്റ് സിസ്റ്റം ടോപ്പ് എൻഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ടച്ച് സ്ക്രീനും ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് അതൊന്നുമില്ല. പകരം നമുക്കൊരു ചെറിയ സ്റ്റീരിയോ പോലത്തെ സെറ്റപ്പ് വെക്കാനുള്ള ഒരു സ്പേസ് മാത്രമാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും, കാരണം സ്പീക്കർ വെക്കാനുള്ള ഗ്യാപ്പ് ഇവർ കൊടുത്തിട്ടുണ്ട്. ട്യൂട്ടറിന് ആക്ച്വലി ഇവിടെ സ്പേസ് ഇല്ല. അത് ഒരു എക്സ്ട്രാ ട്യൂട്ടർ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് വെക്കേണ്ടി വരും. ബാക്കിയൊക്കെ നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനൊരു സ്പേസ് ഇവർ തന്നിട്ടുണ്ട്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം തന്നെ വെക്കാം ഈ ഒരു 7 ഇഞ്ച് സൈസിൽ വരണേന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരു സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വയർ ചെയ്യാനുള്ള ഗ്യാപ്പൊക്കെ അപ്പോൾ അവിടെ എന്തായാലും ഉണ്ടായിരിക്കുന്നതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലൈമറ്റ് കൺട്രോൾ, അത് ടോപ്പ് എൻഡിൽ ഇരിക്കുന്ന അതേപോലത്തെ ഒരു എലമെന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടോഗിൾ സ്വിച്ചസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയന്റിൽ AC ഉണ്ടല്ലോ, ഹൈർ അല്ലേ. ഓക്കെ, ഇനി ഇവിടേക്ക് വരാം. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. USB തുടങ്ങിയിട്ടുള്ള എലമെന്റുകളൊന്നും തന്നെ ഇല്ല. 12 വോൾട്ടിന്റെ ചാർജിങ് സോക്കറ്റിൽ നമ്മൾ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, എക്സ്ട്രാ എടുക്കണം എന്നുള്ളതാണ്. 2 കപ്പ് ഹോൾഡേഴ്സ്, മാനുവൽ ട്രാൻസ്മിഷന്റെ ഭാഗം കാണാം, ഹാൻഡ് ബ്രേക്ക്, അതൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് ഇല്ല. ബേസ് വേരിയന്റിലേക്ക് വരുന്ന സമയത്ത് ആ സാധനത്തെയും കട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോ ബോക്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റബിൾ റിയർ വ്യൂ മിറർ ആണ്. അതായത് പൊസിഷൻ അഡ്ജസ്റ്റബിൾ, ഓട്ടോമാറ്റിക് ഡയനറ്റ് അഡ്ജസ്റ്റബിളോ അല്ലെങ്കിൽ മാനുവൽ ഡയനറ്റ് അഡ്ജസ്റ്റബിളോ ഒന്നുമില്ല. ജസ്റ്റ് ഒരു പ്ലെയിൻ മിറർ. ഇതൊക്കെ ഇവിടെ പ്ലെയിൻ ആണ്. ഇതിനകത്ത് മിററോ കാര്യങ്ങളോ ലാമ്പോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, ഈ മിററിന് ഇതില്ലേ, അത് ഓട്ടോമാറ്റിക് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അത് ചിലതിനകത്ത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയറിൻ്റെ ഫ്രണ്ട് ഭാഗം. പിന്നെ ESP ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ, അതുകൂടി ഓർത്ത് വെക്കുക. റിയർ സീറ്റിലേക്ക് വരാം.
ലെഗ് റൂമും തൈ റൂമും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ലൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു കപ്പ് ഹോൾഡർ യൂണിറ്റ് കാണാം. റിയർ പാസഞ്ചറിന് ഏക ഒരു കപ്പ് ഹോൾഡർ ഇതാണ്. പിന്നെ നമുക്ക് ഡോറിലും രണ്ടെണ്ണം ഓരോരുത്തർക്ക്, അതായത് ഒന്നവിടെയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. വേറെ കാര്യം, ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഒരു റിയർ AC വെന്റ്, റിയർ ആംബ്രസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ബാക്കിലത്തെ ആൾക്കാർക്ക് പുസ്തകം വായിക്കണമെങ്കിൽ ലാമ്പും ഇല്ല. ഇവിടുത്തെ ഒരു ലാമ്പ് ആരെങ്കിലും ഉപയോഗിക്കലുണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. ഓക്കെ, റിക്ലൈനബിൾ സീറ്റ് അല്ല, മീൻസ് 60-40 അങ്ങനത്തെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ജസ്റ്റ് സ്ട്രൈറ്റ് ആണ്. പക്ഷേ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ആ ഒരു ചെറിയൊരു ചെരിവുണ്ട്. നേരത്തെ അതായത് സിറോസിനെ വെച്ച് കമ്പയർ ചെയ്യരുത്. സിറോസ് കുറച്ചും കൂടി ഇതാണ്, സ്ലോപ്പാണ്. അത് കുറച്ചും കൂടി ഒരു പ്രീമിയം കാറ്റഗറിയിലാണ് അതിൻ്റെ ബേസ് ആണെങ്കിൽ പോലും എന്നുള്ളതാണ്. സോ ഇതാണ് റിയർ സീറ്റ് വരുന്നത്. അതിന് ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഓട്ടോമാറ്റിക്, ഇത് ഇലക്ട്രിക് ആണ്. അതായത് നമുക്ക് വിൻഡോ അപ്പ് ആൻഡ് ഡൗൺ, മറ്റേ തിരിക്കണ സിസ്റ്റം അല്ല. ഇനി കളറിനെ കുറിച്ച് കൂടി പറയാം. ഇപ്പോൾ നമ്മൾ കണ്ടുകൊടുക്കുന്ന റെഡാണ്. 9 കളറുകളിൽ ഇത് അവൈലബിൾ ആണ്, ഇൻക്ലൂഡിങ് ഡ്യുവൽ ടോൺ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി എഞ്ചിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ്. അത് മാരുതിയിൽ പെട്രോൾ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. മാനുവൽ ട്രാൻസ്മിഷനകത്താണ് അവൈലബിൾ ആയിട്ടുള്ളത്. 80 ഹോഴ്സ് പവറാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. 111 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു എഞ്ചിൻ. 24.8 km/ലിറ്റർ ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി ഈ വാഹനത്തിന് മാരുതി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ മാരുതിൻ്റെ ഫിഗർ ഏറെക്കുറെയൊക്കെ കറക്റ്റായിട്ട് വരാറൊക്കെ ഉണ്ട് പല ആളുകൾക്കും. എന്തായാലും 20-ന് മുകളിൽ 22 വരെയൊക്കെ ഡെയിലി ലൈഫിൽ കിട്ടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ 6,49,000 രൂപ എക്സ്ഷോറൂം പ്രൈസ് വരുന്ന, ഒരു 7.5 ലക്ഷം രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരുന്ന ഈ ഒരു വാഹനത്തിനെ കുറിച്ചാണ് ഇത്ര നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇതെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടും, എന്തൊക്കെ ഫെസിലിറ്റി കിട്ടും എന്നുള്ളതാണ്. ഫാമിലിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ല ബഡ്ജറ്റീവായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ബഡ്ജറ്റീവ് ഓപ്ഷൻ തന്നെയാണ് സ്വിഫ്റ്റ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കമ്പാരിസൺ ആരൊക്കെയായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന ചില വാഹനങ്ങളെയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. ഒന്ന്, ഇവരുടെ തന്നെ ആയിട്ടുള്ള ബലീനോയുടെ സിഗ്മയായിട്ടാണ് 6,70,000 രൂപയോളമാണ് അതിന് പ്രൈസ് വരുന്നത്. മറ്റൊന്ന് ഇവരുടെ തന്നെ ഡിസൈർ നെറ്റാണ്. 6,80,000 രൂപയാണ് അതിൻ്റെ ബേസ് വേരിയൻറ്റ് വരുന്നത്. ആ ബേസ് വേരിയൻറ്റായിട്ടാണ് ഇത് മത്സരിക്കുന്നത്. പറയാം, കുടുംബക്കാരായതുകൊണ്ട് മത്സരമില്ല. എന്നാൽ പുറത്തുനിന്ന് വരുന്ന മത്സരം എന്ന് പറഞ്ഞാൽ ടാറ്റ പഞ്ചിൻ്റെ ഡെൽറ്റ വേരിയൻറ്റാണ്. അത് 6,80,000 രൂപയാണ് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻസും കൂടി വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു ഹിൻറ്റ് തന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് വീഡിയോൻ്റെ ഇതാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതുകൂടി പരിഗണിക്കാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.